ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയിൽ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായുള്ള ചർച്ചയിൽ കൃത്യമായി രാഷ്ട്രീയ പാർട്ടികൾ, അത് CPM-ഉം കോൺഗ്രസും അവതരിപ്പിച്ചതാണ് SIR നീട്ടിവെക്കണമെന്നുള്ളത്. ആ സാഹചര്യം കൂടി കൃത്യമായി MV ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് അത് അങ്ങനെ ജോലിഭാരം ഉണ്ടാവുകയാണെങ്കിൽ BLOമാർക്ക് കുടുംബത്തിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് അതേപടി സംഭവിക്കുകയാണ് തൊട്ടടുത്ത ദിവസം. എന്താണ് ഈ കാര്യത്തിൽ CPM-ന് പറയാനുള്ളത്? ഇതിൽ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം. കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യം സംബന്ധിച്ച് യോഗം വിളിച്ചു ചേർത്തപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഒഴിച്ച് ഇത് പൊതുവിൽ നടത്താൻ പാടില്ല എന്നുള്ളതിലൊക്കെയുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇനി നിർബന്ധമായി നടത്തേണ്ടി വരികയാണെങ്കിൽ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് നടത്തുന്നത് യാതൊരു കാരണവശാലും പ്രായോഗികമാവില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. പിന്നീട് നടന്ന 2 യോഗങ്ങളിലും ഈ കാര്യം സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്നലെ നടന്നിട്ടുള്ള യോഗത്തിൽ നേരത്തെ ഇത് അനുകൂലിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന BJP ഉൾപ്പെടെ ഇതെന്തായാലും മാറ്റിവെക്കണം. കാരണം 2 ലക്ഷത്തിലേറെ പേരെയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുള്ളത്. അതിലേതാണ്ട് 60% ആളുകൾ SIR ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥമാണ്. എങ്ങനെയാണ് ഈ ഭാരിച്ച 2 ജോലികളും ഒന്നിച്ച് നിർവഹിക്കാനാവുക എന്നുള്ളത് ആലോചിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഒരു കാരണവശാലും ഈ കാര്യങ്ങളാകെ ആലോചിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഇന്നലെ സംസ്ഥാന തലത്തിൽ നടന്ന യോഗത്തിൽ 15% ബാക്കി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. അത് വസ്തുതയല്ല എന്നുള്ളത് CPM ആ യോഗത്തിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. 68 അസംബ്ലി മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന ശരാശരിയേക്കാൾ താഴെയാണ് ഈ കൊടുത്തിരിക്കുന്ന വിതരണം ചെയ്തിരിക്കുന്ന ഫോറം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നടന്നിരിക്കുന്ന യോഗത്തിൽ ഞാനാണ് പങ്കെടുത്തത്. പകുതിയോളം ആളുകൾക്ക് ഇനി ഫോറം വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അവിടെ പരിശോധിച്ചപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഈ ശനിയും ഞായറും കൊണ്ട് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുക? ഈ ഫോറമാകെ നിലവിലുള്ള വോട്ടർമാരുടെ മുഴുവൻ വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അതിന് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ആയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ആ ജോലി യഥാർത്ഥത്തിൽ ആളുകളെ എടുപ്പിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തുള്ള എല്ലാ സർവീസ് സംഘടനകളും BJPയുടെ ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘടന ഉൾപ്പെടെ ഇത് ഇപ്പോൾ ഒരു കാരണവശാലും നടത്താൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് മാറ്റിവെക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, കേരള ഗവൺമെൻറ്, ഇത് നടത്താൻ ബാധ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകൾ, വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികൾ, അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ വലിയ നിലക്കുള്ള സമ്മർദ്ദം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് ഷാജി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വളരെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു ആ ചെറുപ്പക്കാരൻ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഊണില്ല, ഉറക്കമില്ല. ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണി വരെ ഈ കാര്യം എടുത്ത് തീരാത്തപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ ഇനി ഉറങ്ങ്, ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഉറങ്ങാൻ പറയുകയാണുണ്ടായത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വലിയ നിലക്കുള്ള ഭാരം അത് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു നിലയിൽ നിന്നുണ്ടായിരിക്കുന്ന ആഘാതമാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കടുവയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. SIR-മായി ബന്ധപ്പെട്ട് കുറേ ദിവസമായി ഭയങ്കര ടെൻഷനിലാണ് അദ്ദേഹം നടക്കുന്നത്. ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി അതിന് ടെൻഷനിൽ നിന്ന് ഉണ്ടായിപ്പോയതാണ് ഈ കടുകൈ എന്ന് അദ്ദേഹത്തിന് അച്ഛൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദവും പറയുന്നുണ്ട്. ഫോം എത്തിക്കാത്തതിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും ഫോം എത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളൊരു ആരോപണമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിലൊരു റോളില്ലല്ലോ. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ഫോം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. എത്തിച്ചു കൊടുത്തതിൻ്റെ വിവരം അവർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക. ഇപ്പോൾ അദ്ദേഹം ഈ രാത്രി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? എത്തിച്ചു കൊടുത്തിരിക്കുന്ന വീടുകളുടെ വിവരമാണല്ലോ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് കുറേ ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാനാവുന്നില്ല, മകനെ ഡോക്ടറെ കാണിക്കാനാവുന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കാനാവുന്നില്ല. ഇതെല്ലാം എത്തിച്ചിരിക്കുന്നത് ഈ സമ്മർദ്ദമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് വേറെ റോളൊന്നുമില്ല. അല്ല, പക്ഷേ പ്രാദേശികമായി രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം ഇവർ തേടുന്നുണ്ട്. ഇവർക്ക് ഒന്നാമത് ഒരു സ്കൂളിലെ പ്യൂണായിരുന്നു ഇപ്പോൾ മരിച്ച അനീഷ്. ഇവർക്ക് നേരത്തെ ഈ ജോലി ചെയ്ത് ശീലവുമില്ലല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ
അതിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അപ്പോൾ പ്രാദേശികമായി രാഷ്ട്രീയ നേതാക്കളുടെ സഹായം തേടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടുമ്പോൾ മറ്റേ രാഷ്ട്രീയ പാർട്ടിക്ക് അത് പ്രശ്നമാകുന്നു എന്ന രൂപത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു അവിടെ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായതായിട്ട് ഞങ്ങളറിയാം. ഇതിലിപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ലാഭമുണ്ടാക്കാൻ ഏതെങ്കിലും പാർട്ടികൾ ശ്രമിക്കുന്നെങ്കിൽ അത് നിർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളോട് ഈ പറയുന്ന കാര്യത്തിലുള്ള പ്രയാസം സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്താൻ സന്നദ്ധമാകുമോ എന്ന കാര്യം ഞങ്ങളുടെ സഖാക്കളോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ ആ കാര്യം സംബന്ധിച്ചിടത്തോളമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അവിടെ ഏറ്റുകൊടുക്കുക വായനശാലയിൽ അതിനാവശ്യമായ നിലക്കുള്ള ഹെൽപ്പ് ഡെസ്ക് ഒരുക്കാം എന്ന കാര്യം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് ഇതിൽ പങ്കെടുക്കാൻ ചാൻസ് ഇല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും BLA-മാരുണ്ട്. BLA-മാരുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് വലിയ നിലക്കുള്ള ജോലി ഭാരത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ 2 പിഞ്ചു മക്കൾ മാത്രമുള്ള ഒരു കുടുംബത്തിൻ്റെ ഏകാവലംബമായ ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തെ അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ച് ലാഭം ഉണ്ടാക്കാൻ ഏതെങ്കിലും പാർട്ടികൾ ശ്രമിക്കുന്നുവെങ്കിൽ അത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആ നാട്ടുകാർക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ ശ്രമിക്കരുത് എന്നേ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.